ഗൈസ്, അപ്പോൾ നമ്മളിന്ന് തൃശ്ശിയിലാണ്. നമ്മുടെ ഫ്രിഡ്ജും അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ്. അതുപോലെ തന്നെ നമ്മുടെ മെത്ത, ഇത് രണ്ടും നമ്മളിന്ന് നമ്മുടെ കേരളത്തിലേക്ക് നമ്മൾ കൊറിയർ ചെയ്യാൻ പോയാണ്, പാഴ്സൽ ചെയ്യാൻ പോയാണ്. നമ്മളവിടെ പുതിയ വീട്ടിൽ നമുക്ക് ഫ്രിഡ്ജും ഇല്ല, പിന്നെ ഒരു ബെഡിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് പാഴ്സൽ ചെയ്യാൻ പോയാണ്. അപ്പോൾ പാഴ്സൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് കാണിക്കണം. നമ്മൾ വലിയ പാഴ്സൽ വിദഗ്ധന്മാരൊന്നുമല്ല, പക്ഷേ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കണ്ട ചില മെത്തേഡൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പാഴ്സൽ ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ ഞാനും പ്രിയം കൂടിയാണ് ഇന്നത്തെ പരിപാടികളൊക്കെ ചെയ്യണത്. നമുക്ക് പുറത്തുനിന്ന് ആരെയും വിളിക്കണില്ല, APT പാഴ്സൽ സർവീസിലാണ് നമ്മൾ ചെയ്യണത്. 4000 രൂപ അല്ലേ, 4000 രൂപ എന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ നിന്ന് ഇറക്കുന്ന കൂലിയുണ്ട്, പിന്നെ അവിടെ എത്തിക്കുന്ന കൂലിയുണ്ട്. 2-3 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഈ സാധനങ്ങൾ തൃശ്ശൂരെത്തും. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ പാഴ്സൽ ചെയ്യാൻ പോകണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യം ഇത് വെച്ചിട്ട് നമ്മുടെ ഫ്രിഡ്ജ് മൊത്തം കവർ ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ഈ തെർമോക്കോൾ അല്ലെങ്കിൽ ഈ കാർഡ്ബോർഡ് വെച്ചിട്ട് വീണ്ടും കവർ ചെയ്യുന്നു. അതിന് പുറകിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, പ്ലാസ്റ്റിക് കോട്ടിങ് വെച്ചിട്ട് കവർ ചെയ്യുന്നു. ഇതാണ് നമ്മൾ പുറമേ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഇത്ര ഉള്ളതിന് 1 കിലോന് ഈ ഒരു പാക്കറ്റിന് 60 രൂപയാണ് വന്നത്. 60 രൂപ, ഇതിന് 230 രൂപ അങ്ങനെയാണ് വന്നേക്കണം. അപ്പോൾ ഇത് നമ്മൾ 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. പിന്നെ ഈ കാർഡ്ബോർഡ് നമ്മൾ ആക്രിക്കടയിൽ നിന്ന് എടുത്താണ്. ആക്രിക്കടയിൽ നിന്ന് എടുത്തപ്പോൾ ഇത് 11 കിലോ കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് 285 രൂപ ആയി. അപ്പോൾ അതേ നമ്മൾ കാർഡ്ബോർഡൊക്കെ അൺഡൈ ചെയ്യണം. നമ്മൾ ഇത് പാക്ക് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഹെയറിൻ്റെ 2 കാർഡ്ബോർഡാണ് കൊണ്ടുവന്നേക്കണം. അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് വിടാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് മൊത്തം നമ്മുടെ ഈ ബബിൾ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ബബിൾ പേപ്പർ വെച്ച് കവർ ചെയ്തേക്കണതിൻ്റെ പുറത്ത് നമ്മളിപ്പോൾ ഈ വെച്ചേക്കണ കാർഡ്ബോർഡില്ലേ, കാർഡ്ബോർഡ് വെച്ചിട്ട് മറക്കാൻ പോവുകയാണ്. പിന്നെ എനിക്കൊരു മണ്ടത്തരം പറ്റി. ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ അവർ പേപ്പർ വെക്കുന്നുണ്ട്, അതായത് ഇതിൻ്റെ ഫ്രീസറിൻ്റെ ഉള്ളിലൊക്കെ പേപ്പർ വെക്കുന്നുണ്ട്. അതുപോലെ എല്ലാ സ്ഥലത്തും പേപ്പർ വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ടാണ് അവരിത് ചെയ്യണം. പക്ഷേ എൻ്റെ തിരക്ക് പിടിച്ച് APT പാഴ്സൽ സർവീസിൽ നിന്ന് 1 മണിക്കൂർ കൊണ്ട് വരുമെന്നാണ് അവർ പറഞ്ഞേക്കണം. അപ്പോൾ അത് കാരണം ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതൊക്കെ ഫില്ലൊന്നും ചെയ്യാണ്ട് പെട്ടെന്ന് കവർ ചെയ്തു. അപ്പോൾ അതൊരു മണ്ടത്തരം ഇപ്പോൾ അതെന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ നമുക്ക് സമയമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഈ കാർഡ്ബോർഡ് വെച്ചിട്ട് കവർ ചെയ്യാൻ പോയാണ്. ഓക്കെ,
ഗൈസ്, അപ്പോൾ അതേ നമ്മൾ ഫുള്ള് കാർബോർഡ് ഉപയോഗിച്ച് കവർ ചെയ്ത് കഴിഞ്ഞു. 4 വശവും, അല്ലെങ്കിൽ 4 അല്ല 5, 6, അതായത് 4, 5, 6 മുകളിലും താഴത്തും എല്ലായിടത്തും നമ്മൾ നമ്മുടെ ഈ കാർബോർഡ് ഉപയോഗിച്ച് സൂപ്പറായിട്ട് കവർ ചെയ്തു. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ പ്ലാസ്റ്റിക് ഇട്ട് കവർ ചെയ്ത് ഫൈനൽ ചെയ്യാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ ഏകദേശം നല്ലൊരു കവറിങ് ആയിട്ടുണ്ട്. നമ്മുടെ ഫ്രിഡ്ജിന് വേറെ കോട്ടങ്ങളും തട്ടാത്ത വിധത്തിൽ നമ്മുടെ വീട്ടിലേക്ക് എത്തുന്ന വിധത്തിലുള്ള എല്ലാ കവറിങ്ങും നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക്കും കൂടി ഇടാൻ പോയാണ്. പ്ലാസ്റ്റിക്കും കൂടി ഇട്ട് കഴിയുമ്പോഴാണ് അത് കറക്റ്റ് ആവുക. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വീണാലൊന്നും ഇതിനെ എഫക്റ്റ് ചെയ്യില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ അതേ നമ്മളിനി പ്ലാസ്റ്റിക് ഇടാൻ പോയാണ്. പ്ലാസ്റ്റിക് ഇതാണ് നമ്മുടെ പ്ലാസ്റ്റിക്. ഇനി ഇതെങ്ങനെ എടുക്കുമെന്ന് നോക്കട്ടെ. എടുത്തതിന് ശേഷം ചുറ്റിയാൽ മതി തോന്നും. ഇങ്ങനെ നമുക്ക് ചുറ്റാൻ പറ്റുമെന്നുള്ളത് നോക്കട്ടെ. വേഗം ഗൈസ്, അവിടെ നമ്മൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ കവറിങ് പാക്കിങ് അല്ലെങ്കിൽ അത് മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യം ബബിൾ പേപ്പർ ഇട്ടിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പർ ഇട്ടിട്ട് കവർ ചെയ്തു. പക്ഷേ ഇത് ഒരു കാര്യം ഞാൻ മറന്നുപോയി. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് പേപ്പറൊക്കെ നിറക്കണമായിരുന്നു. പേപ്പറൊക്കെ ഫില്ല് ചെയ്തിട്ട് വേണം അങ്ങനെ ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ പേപ്പർ ഫില്ല് ചെയ്യണ കാര്യം മറന്നുപോയി. അതിനെന്തെങ്കിലും ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടോ എന്നുള്ളത് ഞാൻ നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം ബബിൾ പേപ്പർ ഇട്ടിട്ട് കവർ ചെയ്തു. അതിന് മുകളിൽ നമ്മൾ കാർഡ്ബോർഡ് പേപ്പർ ഇട്ടിട്ട് കവർ ചെയ്തു. അതിന് മുകളിലാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് പേപ്പർ, ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് പേപ്പർ ഇട്ടിട്ട് കവർ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഈ ബ്രൗൺ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ബ്രൗൺ ടേപ്പ് ഒട്ടിച്ച് നല്ല സ്ട്രോങ് ആക്കിയിട്ടാണ് ചെയ്തേക്കണത്. എങ്ങനെ വരുമെന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് അറിയാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഈ ബെഡും കൂടി കവർ ചെയ്യാനുണ്ട്. ബെഡ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, 2 കാര്യങ്ങളാണ് കൊണ്ടുപോകണം. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ അടിയിലത്തെ സാധനം, നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അടിയിലത്തെ ആ ഒരു ഇതുണ്ട്, അതൊക്കെ എന്ത് ചെയ്യുമെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്തുതരാം. ഓക്കെ, ഇനി ഇതിൻ്റെ അടിയിലൊക്കെ ഒന്നും കൂടെ ഒട്ടിക്കാനുണ്ട്. അത് പ്രിയ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ പോയിരിക്കണം. അപ്പോൾ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ അതും കൂടി ഒന്ന് ഒട്ടിച്ചിട്ടായിരിക്കും നമ്മളിത് കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ഇതും കൂടി കവർ ചെയ്യാൻ വേണം. അതാണ് നമ്മുടെ ബെഡും കൂടി കവർ ചെയ്യാൻ വേണം. ബെഡ് കവർ ചെയ്യാൻ പറ്റിയ വലിയൊരു ഇത് കിട്ടിയിട്ടുണ്ട്. അത് കവർ ചെയ്യാനായിട്ട് ഹെയറിൻ്റെ തന്നെ നല്ലൊരു ചിമിട്ടൻ കാർഡ്ബോർഡാണ് കിട്ടിയേക്കണം. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ട് എങ്ങനെ കവർ ചെയ്യണമെന്നുള്ളത് നോക്കാം. ഓക്കെ,
ഗൈസ്, അപ്പോൾ അതെ നമ്മുടെ ബെഡ് റെഡി, അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജ് റെഡി. അങ്ങനെ രണ്ടും നമ്മൾ പാക്ക് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കൊണ്ടുപോയാൽ മതി. ഇനി ഫ്രിഡ്ജിൻ്റെ അടിയിൽ വെക്കണ സ്റ്റാൻഡും കൂടി നമുക്കൊന്ന് പാക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ആ സ്റ്റാൻഡ് നമുക്കൊന്ന് തപ്പിയെടുക്കാം. ഗോഡ്, ഈ പച്ചിങ്കട്ടി നിർത്തി വിടാനേ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാൻഡ്. ഇതും കൂടി ഒന്ന് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പണി കഴിഞ്ഞു. ഓക്കെ.